ജിൽസി മധ്യ കേരളത്തിൽ നിന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ MP ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. കഴിഞ്ഞ 2 തവണ നോട്ടീസ് അയച്ചിട്ടും പലവിധ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് ഹാജരാകാൻ ആവില്ല എന്ന് അറിയിച്ചിരുന്നു. മാത്രമല്ല അത് കഴിഞ്ഞപ്പോൾ 3ാം തവണ നോട്ടീസ് അയച്ചതിന് ശേഷമാണ് ഇന്ന് ഹാജരാകുമെന്ന് കെ രാധാകൃഷ്ണൻ ഇഡിയെ അറിയിച്ചിരുന്നത്. കഴിഞ്ഞ തവണ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരുന്നത്. അപ്പോൾ ഹാജരാകാനാവില്ല എന്നുള്ള നിലപാടിലായിരുന്നു കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത്. വീണ്ടും ഇന്ന് ഏകദേശം 11 മണിയോടെ ഇന്ന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അന്തിമ കുറ്റപത്രം ഈ കേസിൽ ഇഡി സമർപ്പിക്കാനിരിക്കെയാണ് കെ രാധാകൃഷ്ണൻ ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നത്. കെ രാധാകൃഷ്ണനെ ഇഡി വിളിപ്പിക്കുന്നത് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടക്കുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ. ഈ പാർട്ടിയിലേക്ക് അടക്കം ഈ പണം വന്നിട്ടുണ്ട്, പാർട്ടി അക്കൗണ്ടുകളിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നൊക്കെ ഇഡി അന്ന് കണ്ടെത്തിയിരുന്നു. അതിന്റെ ഭാഗമായി നേതൃത്വത്തെയൊക്കെ ഒരുപാട് പേരെ ചോദ്യം ചെയ്തതാണ്. M വർഗീസിനെ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതൊക്കെയാണ്. അതിന്റെ ഒരു തുടർച്ചയായി അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ അതിന്റെ ഒരു ഭാഗമായാണ് ഇത്തരത്തിൽ കെ രാധാകൃഷ്ണൻ MPയെ ഇന്ന് ചോദ്യം ചെയ്യുക, ഇഡി ചോദ്യം ചെയ്യുക. 11 മണിയോടെ ഇഡി ഓഫീസിലെത്തി മൊഴി നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇടുക്കി തൊടുപുഴ ബിജു വധക്കേസിൽ ഇന്ന് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അതായത് വിശദമായി ചോദ്യം ചെയ്യാനാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വാങ്ങുന്നത്. ഈ കൃത്യം നടത്തിയതിനു ശേഷം ഈ പ്രതികളുടെ ഫോൺ സംഭാഷണവും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു. അത്തരത്തിൽ ആ ഫോൺ സംഭാഷണമൊക്കെ പുറത്തു വന്നതിൽ അതിലൊരു വ്യക്തത തേടാനും മാത്രമല്ല മറ്റ് മൊഴികളിലും കാര്യങ്ങളിലും ഒക്കെ ഒരു വ്യക്തത വരുത്താനാണ് പോലീസ് ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുക. മാത്രമല്ല ഈ തെളിവ് നശിപ്പിക്കലും ഗൂഢാലോചനയും അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത കിട്ടിയാൽ ഈ പ്രതിയായിട്ടുള്ള ജോമോന്റെ ഭാര്യയെ അടക്കം അറസ്റ്റ് ചെയ്യുന്നതിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഇത്തരത്തിൽ എലന്തൂർ നരബലി കേസ് ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക. മാത്രമല്ല ഇന്ന് MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം കൂടി നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മധ്യ കേരളത്തിൽ നിന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. ജിൽസി.